ഹാഫിൽ ഇബ്നു അഹ്മദ് അൽ ഹകമിയുടെ സുല്ലമുൽ വുസൂൽ ദർസ് ഓഡിയോ നമ്പർ 1. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽ കിതാബ് പഠന പരമ്പരയിൽ ഇനി നമ്മൾ എടുക്കുന്ന കിതാബ് ഹാഫിൽ അഹ്മദ് അൽ ഹകമി റഹ്മത്തുള്ളാഹി അവർകൾ. അദ്ദേഹം ഹിജ്റ 1342 1377 കാലഘട്ടക്കാരനാണ്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ 20 വയസ്സിൽ ആണെന്ന് പറയപ്പെടുന്നു. സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസ് ഇൽമിൽ ഉസൂൽ എന്നൊരു കവിത, ഒരു കാവ്യഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഉസ്താദ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രചന നടത്തിയത് എന്ന് പറയുന്നു. 24-ാം വയസ്സിൽ അദ്ദേഹം തന്നെ ആ കവിതക്ക് മആരിജുൽ ഖബൂൽ ബി ഷറഹി സുല്ലമിൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ എന്ന ഒരു ഷറഹും രചിക്കുകയുണ്ടായി. അധിക കാലം അദ്ദേഹം ജീവിച്ചില്ല. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്രയായി. 35 വയസ്സ് കാലഘട്ടം കണ്ടേ ജീവിച്ചുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ആകട്ടെ. അദ്ദേഹത്തിൻ്റെ ഇൽമു കൊണ്ട് നമുക്കും ലോകത്തെല്ലാവർക്കും പ്രയോജനം സിദ്ധിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ഈ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസ് ഇൽമുൽ ഉസൂൽ, ഇതിൻ്റെ മത്തിന്, കവിതയുടെ മത്തിന് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അത് അത്യാവശ്യം വേണ്ടിടത്ത് ചെറിയ വിവരണം ആ കവിതയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഷറഹു മുഖദ്ദിമത്തിൽ മൻദൂമത്തി, ഈ നളുമിൻ്റെ മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ അതും കവിതയാണ്. ആമുഖം. അബ്ദഉ ബിസ്മില്ലാഹി മുസ്തഈന റളിം ബിഹി മുദബ്ബിറൻ മുഈന വൽഹംദുലില്ലാഹി കമാ ഹദാനാ ഇലാ സബീലിൽ ഹഖ് വജ്തബാനാ അഹ്മദുഹു സുബ്ഹാനഹു വഅഷ്കുറുഹു വമിൻ മസാവി അമലി അസ്തഗ്ഫിറുഹു വഅസ്തഈനുഹു അലാ നൈലിർ റിളാ وأستمد لطفه فيما قضى وبعد إني باليقين أشهد شهادة الإخلاص أن لا يعبد بالحق مألوه سوى الرحمن من جل عن عيب وعن نقصان وأن خير خلقه محمدا من جاءنا بالبينات والهدى رسوله إلى جميع الخلق بالنور والهدى ودين الحق صلى عليه ربنا ومجدا والآل والصحب دواما سرمدا وبعد هذا النظم في الأصول لمن أراد منهج الرسول سألني إياه من لا بد لي من امتثال سؤله الممتثل فقلت مع عجزي ومع إشفاقي معتمدا على القدير الباقي أبدأ بسم الله مستعينا راض به مدبرا معينا. അബ്ദഉ, ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്, മുസ്തഈന, അവനോട് സഹായം അർത്ഥിച്ചുകൊണ്ട്, റാളിം ബിഹി, അവനെ തൃപ്തിപ്പെട്ടുകൊണ്ടും, മുദബ്ബിറ,
കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായി. ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടും മുഈന സഹായിയായി അവനെ കണക്കാക്കിക്കൊണ്ടും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ ഇദാ സഅൽത ഫസ്അലില്ല, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഇദാ വയസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. والحمد لله كما هدانا إلى سبيل الحق واجتبانا. والحمد لله, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. കമാ ഹദാന, അവൻ നമുക്ക് മാർഗദർശനം നൽകി. ഇലാ സബീലിൽ ഹഖ്, സത്യപാതയിലേക്ക്, സത്യപാതയിലേക്ക്, സബീൽ പാത. വജ്തബാന, അങ്ങനെ നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അള്ളാഹു സത്യപാതയിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വഅസ്തഈനുഹു അലാ നൈലിർ റിളാ വഅസ്തമിദ്ദു ലുത്ഫഹു ഫീമാ ഖളാ. മുമ്പ് അഹ്മദുഹു സുബ്ഹാനഹു വഅഷ്കുറുഹു വമിൻ മസാവി അമലി അസ്തഗ്ഫിറുഹു. അഹ്മദുഹു, ഞാൻ അവനെ സ്തുതിക്കുന്നു. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വഅഷ്കുറുഹു, ഞാൻ അവനെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വമിൻ മസാവി അമലി, എൻ്റെ അമലിൻ്റെ തെറ്റിൽ നിന്ന്, എൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അസ്തഗ്ഫിറുഹു, ഞാൻ അവനോട് പാപമോചനം തേടുന്നു, പൊറുക്കലിനെ തേടുന്നു. വഅസ്തഈനുഹു, ഞാൻ അവനോട് സഹായം തേടുകയും ചെയ്യുന്നു. അലാ നൈലിർ റിളാ, തൃപ്തി നേടുന്നതിന്. വഅസ്തമിദ്ദു, ഞാൻ അവനോട് മദദ്, സഹായം തേടുന്നു തന്നെയാണ്. ലുത്ഫഹു, അവൻ്റെ ഔദാര്യം, അവൻ്റെ ദയ ഞാൻ തേടുന്നു. ഫീമാ ഖളാ, കഴിഞ്ഞത്. അതായത് എന്ത് അവനെ എന്നെ സംബന്ധിച്ച് വിധിച്ചോ, അത് എന്താണെങ്കിലും അതിൽ ഞാൻ എന്താണ്, തൃപ്തനാണ്. അതിൽ ഞാൻ അവനോട് സഹായം തേടുകയാണ്. അത് എന്ത് ദുരന്തങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ ഏത് വിധി അവൻ വിധിച്ചാലും അതെല്ലാം അവൻ്റെ ഖളാ ആണ്. അവനിൽ ഞാൻ തൃപ്തനാണ്. എന്താണെങ്കിലും അൽഹംദുലില്ലാ എന്നതാണ് എൻ്റെ നയം. വബഅദു ഇന്നി ബിൽയഖീനി അഷ്ഹദു ഷഹാദതൽ ഇഖ്ലാസി അല്ലാ യുഅബദു ബിൽഹഖി മഅലൂഹുൻ സിവർ റഹ്മാനി മൻ ജല്ല അൻ ഐബിൻ വഅൻ നുഖ്സാനി. വബഅദു, അതിനുശേഷം, ഇതൊക്കെ കഴിഞ്ഞു, ഹംദും കഴിഞ്ഞ ശേഷം പറയണം. ഇന്നി, നിശ്ചയം ഞാൻ, ബിൽ യഖീനി, ഉറച്ച് ദൃഢബോധ്യത്തോടുകൂടി, മൂക്കിനായിക്കൊണ്ട് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്ത്? ഷഹാദത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ സത്യസാക്ഷ്യം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിന്റെ ആശയാണ് പറയാൻ പോകുന്നത്. അൻ ലാ യുഅബദു, ആരാധിക്കപ്പെടരുത് എന്ന്. ബിൽ ഹഖ്, സത്യത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയില്ല. മഅ്ലൂഹുൻ, ഒരു മഅബൂദ്, ഒരു മഅ്ലൂഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ്, മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ സത്യത്തിൽ ഇല്ല. സിവർ റഹ്മാനി, അർ റഹ്മാൻ കൂടാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവിടെ പ്രാസക്കൂല. അപ്പോൾ അതിന്റെ ആശയം പറയാം. മൻ ജല്ല അൻ ഐബിൻ വ അൻ നുഖ്സാനി, ഐബ് ന്യൂനത, നുഖ്സാൻ എന്ന് പറഞ്ഞാൽ ന്യൂനത തന്നെ. ഒരു ന്യൂനതയും ഒരു കുറവും ഇല്ലാത്ത, അതിൽ നിന്നൊക്കെ പരിശുദ്ധനായ അർ റഹ്മാൻ, അല്ലാഹു ഒഴികെ ഒരു ആരാധ്യനും സത്യത്തിൽ ഒരു ഇലാഹും ഇല്ല എന്ന് ഞാൻ സത്യസാക്ഷ്യം വഹിക്കുന്നു. ഇഖ്ലാസിന്റെ സത്യസാക്ഷ്യം വഹിക്കുന്നു, ഇഖ്ലാസോട് കൂടി. وأن خير خلقه محمدا من جاءنا بالبينات والهدى رسوله إلى جميع الخلق بالنور والهدى ودين الحق صلى عليه ربنا ما مجدا والآل والصحب دواما سرمدا. നിശ്ചയം അവന്റെ സൃഷ്ടികളിൽ അത്യുത്തമർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ധാരാളമായി സ്തുതിക്കപ്പെടുന്നവർ എന്നാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത്. മഹ്മൂദ് എന്നതിനേക്കാൾ മുബാരത്താണ് മുഹമ്മദ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പേരാണ് അഹ്മദ് എന്ന് ഖുർആനിൽ പറഞ്ഞു. ഇസ്മുഹു അഹ്മദ്. മൻ ജാഅന, ആരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്ക് വന്നവർ.
ബിൽ ബയ്യിനാത്തി ദൃഷ്ടാന്തങ്ങളുമായി, വൽ ഹുദ ഇർഷാദ് മാർഗദർശനവുമായിട്ട്, റസൂലുഹു അവന്റെ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ ദൂതൻ, ഇലാ ജമീഇൽ ഖൽഖി എല്ലാ സൃഷ്ടികളിലേക്കും, എല്ലാ സൃഷ്ടികളിലേക്കുമുള്ള റസൂൽ. ഇത് എല്ലാ മനുഷ്യരിലേക്കും, എല്ലാ ജിന്നുകളിലേക്കും, എല്ലാ കാലഘട്ടത്തിലും, മൊത്തത്തിൽ ഓരോ പ്രത്യേക കാലഘട്ടത്തിലേക്കായിരുന്നു ഓരോ പ്രത്യേക കാലഘട്ടത്തിലേക്കോ സമൂഹത്തിലേക്കായിരുന്നു മറ്റു നബിമാർ. പക്ഷെ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ബിൻ നൂരി നൂറും കൊണ്ട്, നൂറ് ഖുർആൻ ശുദ്ധ ഖുർആനും കൊണ്ട് പ്രകാശം, വൽ ഹുദ മാർഗദർശനവും, വദീനിൽ ഹഖ് സത്യദീനും കൊണ്ട് സത്യമതം, സ്വല്ലാ അലൈഹി റബ്ബുന നമ്മുടെ റബ്ബ് ആ നബിയുടെ മേൽ കരുണ ചെയ്യട്ടെ, സ്വലാത്തില്ല, വമജ്ജദ നബിയെ നബിയുടെ ഉയർച്ച ആണ്, ഉയരട്ടെ എന്നുള്ളതാണ് മജ്ജദ തംജീദ്. വൽ ആരി കുടുംബത്തിന്റെ പേര്, കുടുംബം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം എന്ന് പറഞ്ഞാൽ വിശാലാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന സത്യവിശ്വാസികൾ. അതേ സംബന്ധിച്ച് വേറൊരു കവിത കാണാം. അരുന്നബിഹുമു അത്ബഉ മില്ലതിഹി അലാ ശരീഅതി മിൻ അജമിൻ വമിൻ അറബി ലൗ ലം യകുൻ അലുഹു ഇല്ലാ ഖറബതുഹു സല്ലൽ മുസല്ലി അലാ ത്വഇ അബി ലഹബി. അരുന്നബി നബിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഹുമു അവർ, അത്ബഉ മില്ലതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് സത്യമാർഗം പിന്തുടർന്നവരാണ്, അലാ ശരീഅതി ശരീഅത്ത്, മിൻ അജമിൻ വമിൻ അറബി അനറബികളും അറബികളും ഒക്കെ പെടും ആലുൻ നബിയിൽ. ലൗലം യകുൻ ആലുഹു ഇല്ലാ ഖറാബത്തുഹു നബിയുടെ ബന്ധുക്കൾ രക്തബന്ധുക്കൾ മാത്രം അല്ലാത്തവർ, രക്തബന്ധുക്കളല്ലാത്തവർ നബിയുടെ ആര് ആവില്ല എങ്കിൽ സ്വല്ലൽ മുസല്ലി നിസ്കരിക്കുന്ന ആൾ സ്വലാത്ത് ചൊല്ല് അല ത്വാഗി അതിക്രമിയായ അവിശ്വാസിയായ ധിക്കാരം പ്രവർത്തിച്ച അബൂലഹബിന് മേൽ, അബൂലഹബ് നബിയുടെ രക്തബന്ധുവായിരുന്നു, പക്ഷെ എന്തല്ല നബിയുടെ ആരല്ല. ആരാണെങ്കിൽ ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നിസ്കാരത്തിന് സ്വലാത്തല്ലേ വാല ആലി മുഹമ്മദ് നബിയുടെ ആല്. അപ്പം നബിയുടെ ആല് എന്ന് പറയുന്നത് അബൂലഹബ് പെടൂല, നബിയുടെ അത്ബാ പെടും, നബിയുടെ മില്ലത്ത് പിന്തുടർന്ന സത്യവിശ്വാസികൾ പെടും എന്നതാണ്. വസ്സഹബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ മേലും ദവാമൻ ദായിമായിട്ട് സർമദ എന്നൊന്നും അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആണ് സലാത്ത്. وبعد هذا النظم في الأصول لمن أراد منهج الرسول. അതിനുശേഷം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ പറയുന്നു ഹദൻ നദ്മു ഈ കവിത ഫിൽ ഉസൂലി ഉസൂലിലുള്ള കവിതയാണ്, അടിസ്ഥാനങ്ങൾ. ലിമൻ അറാദ ഉദ്ദേശിക്കുന്നവർക്ക്, പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, മൻഹജ റസൂലി റസൂലിൻ്റെ രീതി, റസൂലിൻ്റെ മൻഹജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, സഅലനി യാഹു മൻ ബുദ്ദാലി മിൻ ഇംതിസാലി സുഅലിഹിൽ മുംതസലി. അതായത് എന്നോട് എനിക്ക് തട്ടിമാറ്റാൻ പറ്റാത്ത ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടു എന്ത്, ഈ ഒരു രചന നടത്താൻ എൻ്റെ ഗുരു, എൻ്റെ ഷെയ്ഖ് ആവശ്യപ്പെട്ടു എന്നതാണ്. فقلت مع عجزي ومع إشفاقي معتمدا على القدير الباقي. فقلت അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്ത് മഅ അജ്സി എൻ്റെ അശക്തിയോടുകൂടി തന്നെ, എനിക്കതിന് കഴിവില്ല എന്നിരുന്നാലും, വമ ഇഷ്ഫാഖി എൻ്റെ ആശങ്കയോടുകൂടി എനിക്ക് കഴിയോ, അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന ആശങ്ക ഉണ്ട് എന്നിരുന്ന പോലും, മുഅ്തമിദൻ അവലംബിച്ചുകൊണ്ട് അലൽ ഖദീരിൽ ബാഖി അൽ ഖദീരിൽ അൽ ബാഖി അതായത് അല്ലാഹുവിൽ സർവശക്തനായ എന്നെന്നും അവശേഷിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവിൽ അവലംബിച്ചു